മഹത്വമുണ്ടാകട്ടെ. ഞാൻ അബിഗെയിൽ റോയ്, ആലുവ കാൽവരി ബാപ്റ്റിസ്റ്റ് ചർച്ച് സഭാംഗമാണ്. ജേർണി ത്രൂ ദി സാംസിന്റെ 8ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന സങ്കീർത്തന വേദഭാഗം സങ്കീർത്തനം 7:10-17 വരെയാണ്. 7ാം സങ്കീർത്തനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വാക്യങ്ങളാണ് 10-11 വാക്യങ്ങൾ. 9ാം വാക്യത്തിൽ ദുഷ്ടന്റെ ദുഷ്ടത കണ്ട് മനം തളർന്നു പോയ ഒരു നീതിമാന്റെ പ്രത്യാശയാണ് നമുക്ക് 10-11 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. എന്റെ പരിച ദൈവത്തിന്റെ പക്കൽ ഉണ്ടെന്നും അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നുവെന്നും സങ്കീർത്തനക്കാരൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നുവെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിലെ നീതിന്യായ വ്യവസ്ഥകളെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകപ്രകാരം നീതിയും ന്യായവും കണ്ടെത്തുന്നത്. എന്നാൽ ദൈവം ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. നീതിയോടെയാണ് നമ്മുടെ ദൈവം ന്യായം വിധിക്കുന്നത്. ദുഷ്ടനോടുള്ള ഒരു മുന്നറിയിപ്പാണ് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവഭയമില്ലാത്ത മനുഷ്യനെയാണ് ഇവിടെ ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം ദിവസം പ്രതി കോപിക്കുന്നുവെന്നും മനം തിരിയുന്നില്ല എങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടുന്നുവെന്നും നമുക്ക് അറിയിപ്പ് നൽകുന്നു. അതിന്റെ 17ാം വാക്യത്തിൽ ദാവീദ് ഒരു ഉറച്ച തീരുമാനമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. വളരെയധികം തകർന്ന ഹൃദയത്തോടെ ആരംഭിച്ച ദാവീദ് തന്റെ പാട്ട് അവസാനിപ്പിക്കുന്നത് വളരെയധികം ഉറപ്പോടും ദൈവത്തിലുള്ള ആശ്രയത്തോടും കൂടെയാണ്. ദൈവം തന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ദാവീദ് ഇപ്രകാരം അവസാനിപ്പിക്കുന്നത്. ദൈവഹിത പ്രകാരം ഒരു ദൈവസന്നിധിയിൽ ചെന്ന് തന്റെ കാര്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്ന ഏതൊരു ദൈവ പൈതലിന്റെയും ഹൃദയത്തെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനക്കാരനായ ദാവീദിനോടൊപ്പം നമുക്കും പാടാം. ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് അവന് സ്തോത്രം പാടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ രാവിലെ കാലം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നൽകിയ അവസരത്തിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പറഞ്ഞ അടിയനെയും കേട്ട എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. എവിടെയായിരുന്നാലും ദൈവത്തിന് കാലം പരിപാലനവും ഉണ്ടാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിനായി സ്തുതിക്കട്ടെ. സർവവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.